അങ്ങനെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനായിട്ട് പോകുമായിരുന്നു കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ ഒരു ഫുൾ ആംബിയൻസ് നല്ല രസമായിരുന്നു കേട്ടോ. ഒരുപാട് മരങ്ങളും നല്ല പൂക്കളും ചെടികളും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഇത് തന്നെ ഉണ്ടോ, എന്ത് രസമുണ്ട് കാണാമെന്നറിയാം ഈ ബൊഗെയിൻവില്ല. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടപ്പുറേ കാണുന്ന നമ്മുടെ അവക്കാഡോയുടെ മരമാണ് കേട്ടോ, ബട്ടർ ഫ്രൂട്ട്. അത് ഒരുപാട് കായ്ച്ച് കിടപ്പുണ്ട്. വീഡിയോയിൽ എത്രത്തോളം കാണാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ വെറൈറ്റി ഓഫ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ദോശ, പുട്ട്, പൂരി, ബ്രെഡ്, ഓംലെറ്റ്, കോഫി, ടീ, പിന്നെ കട്ട് ഫ്രൂട്ട്, ഫ്രഷ് ജ്യൂസ്, അങ്ങനെ ഒരു വലിയൊരു ബ്രേക്ക്ഫാസ്റ്റ്, ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. അതെ. അപ്പോൾ സ്റ്റീവൂട്ടൻ പറഞ്ഞ പോലെ നമ്മൾ വട്ടവട വാട്ടർഫോൾസിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ കുറച്ച് താഴെയായിട്ടാണ് ഈ ഒരു വാട്ടർഫോൾസ് ഉള്ളത്. ചെറിയൊരു വാട്ടർഫോൾസ് ആണ് കേട്ടോ. പിന്നെ ഇറങ്ങിപ്പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഇന്ന് തന്നെ തിരിച്ചു പോകാനായിട്ടിരുന്ന് അങ്ങനെ ഒരു തീരുമാനമായിരുന്നു. പക്ഷേ ഇങ്ങനെ നടന്നു പോകുന്ന വഴിക്കാണ് നമ്മൾ ഡിസൈഡ് ചെയ്തത് ഒരു ദിവസം കൂടെ എന്നാൽ സ്റ്റേ ചെയ്തേക്കാമെന്ന്. നമുക്ക് ഈ ഒരു സ്പോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. ഫുൾ വട്ടവട ടൗണും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റും. അപ്പം ഇനി ഞങ്ങൾ പോകുന്നത് നമ്മുടെ സ്ട്രോബെറി ഫാമിലേക്കാണ് കേട്ടോ. ഈ നമ്മൾ താമസിച്ച റിസോർട്ടിൻ്റെ താഴെ തന്നെയാണ് ഇതെല്ലാം ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് സ്ട്രോബെറിയും വൈനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. 2 വർഷം മുന്നേ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് പോവാം. അവർ പറിക്കാനൊന്നും സമ്മതിക്കത്തില്ല, നമുക്ക് കണ്ടിട്ട് വരും.
ആ ചേച്ചി തന്നേ നമ്മൾക്ക് ടേസ്റ്റ് ചെയ്താക്കാം. സൂപ്പർ. അങ്ങനെ വൈനെല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ സ്ട്രോബെറി ജാം തന്നു കേട്ടോ ടേസ്റ്റ് ചെയ്യാനായിട്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഒരു കുപ്പിക്ക് എന്തോ 150 ഏതാണ്ടായിരുന്നു. ഇവർ ഈ സ്ട്രോബെറിയും തേനും കൂടെ മിക്സ് ചെയ്താണ് കേട്ടോ ജാം ഉണ്ടാക്കുന്നത്. നമ്മൾ 2 ബോക്സ് ഫ്രഷ് സ്ട്രോബെറി മേടിച്ചായിരുന്നു. അവർ തന്നെ നമ്മൾ വേണമെന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഒരു ബോക്സിൽ പറിച്ച് അവർ തന്നെ ഫ്രഷ് ആയിട്ട് പറിച്ച് നമുക്ക് തരുവാണ് കേട്ടോ. നമ്മളെക്കൊണ്ട് പറിപ്പിക്കാനായിട്ട് അവർ സമ്മതിക്കത്തില്ല. അങ്ങനെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത മൂന്നാറിലെ കാഴ്ചകൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.